വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബോധരഹിതയായ വാൻവാനെ കൊണ്ട് യിൻഹെങ് നോർത്ത് വില്ലയിലെ മുറിയിലേക്ക് വരുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. മിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സിൻ്റെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുമാത്രമല്ല ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കഥ കേട്ടാലോ? വാൻവാനെ യിൻഹെങ് കട്ടിലിൽ കിടത്തി അവളുടെ മുഖം വെള്ളം മുക്കിയ തുണി കൊണ്ട് തുടയ്ക്കുന്നു. ഇൻകൊട്ടാരത്തിൽ നിന്നും പോക്കറ്റ് വാച്ചും അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനിടെയാണ് ഷിയാക്യുവിൻ്റെ മരണം അറിഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് കിങ്സ്യു അവിടേക്ക് വന്നത്. ഷിയാക്യുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ യിൻഹെങ്ങിന് നൽകാൻ ഒരു കത്ത് അവൾ കിങ്സ്യുവിനെ ഏൽപ്പിച്ചിരുന്നു. അവൾ ആ കത്ത് അവന് നൽകി. വാൻവാനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു ആ കത്ത്. ഒച്ചയും ബഹളവും കേട്ട് വാൻവാൻ ഉണർന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂട്ടിയ നിലയിലായിരുന്നു. അവളെ പരിശോധിക്കാനെത്തിയ ടാങ്സനെ കൊണ്ട് അവൻ്റെ വേഷം അഴിപ്പിച്ച് അത് അവൾ അണിഞ്ഞ് അവനെ കെട്ടിയിട്ട് രക്ഷപ്പെടുന്ന സമയം ബ്രദർ ഹായും യിൻഹെങ്ങും മാസ്റ്റർ യിന്നിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. തിരിച്ച് മുറിയിലെത്തിയ യിൻഹെങ് കാണുന്നത് നിലത്ത് കിടക്കുന്ന ടാങ്സെന്നെയാണ്. കഴുത്തിൽ ക്ലിപ്പ് കുത്തി കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് വാൻവാൻ പോയതെന്ന് പറയുന്നുണ്ട് ടാങ്സൻ. അവനെ മോചിപ്പിച്ച ശേഷം ഇരുവരും ഇൻകൊട്ടാരത്തിലേക്ക് പോയി. അവിടെ നിന്നും വാൻവാൻ കൊണ്ടുപോയ ടാങ്സിൻ്റെ മെഡിസിൻ ബോക്സ് കിട്ടി. അവിടുത്തെ ഗുണ്ടകളെ അടിച്ചൊതുക്കി കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചെങ്കിലും അവിടെയൊന്നും വാൻവാൻ ഉണ്ടായിരുന്നില്ല. തോങ് തവാണിലാണ് വാൻവാൻ ഉള്ളത്. പോക്കറ്റ് വാച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഷിയാക്യു വാൻവാന് നൽകാൻ ഏൽപ്പിച്ച കത്ത് കൊണ്ട് കിങ്സ്യു വരുന്നു. ഒപ്പിയം മിക്സ് ചെയ്ത് മെഡിസിൻ ഉണ്ടാക്കാൻ മാസ്റ്റർ യിൻ ശ്രമിക്കുന്നുണ്ടെന്ന് വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അച്ഛൻ എഴുതിയ കത്ത് അവൾക്ക് പോക്കറ്റ് വാച്ചിൽ നിന്നും കിട്ടുന്നു. അതിലെ ഷിയാക്യുവിൻ്റെ ഫോട്ടോ രക്തം പുരണ്ടത് കണ്ട് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് കത്ത് കണ്ടതും മാതാപിതാക്കൾ മരിച്ചതിൻ്റെ കാരണം മാസ്റ്റർ യിൻ ആണെന്നത് തിരിച്ചറിയുകയും ചെയ്യുന്നത്. പ്രതികാര ബുദ്ധിയോടെ ഇരിക്കുന്ന ഷിയാക്യുവിനെ കാണിക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.